ഏപ്രിൽ 13 മുതൽ 19 വരെ നടക്കുന്ന ദി ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ തൃശ്ശൂർ ജെറുസലേം റിട്രീറ്റ് സെൻറ്ററിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കറിയാം, ഫിയാത്ത് മിഷൻ്റെ നേതൃത്വത്തിൽ മലങ്കര സഭയും ലത്തീൻ സഭയും സീറോ മലബാർ സഭയും ചേർന്ന് ഒരുമിച്ച് അണിനിരക്കുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള മിഷൻ പ്രവർത്തനങ്ങളുടെ അവരുടെ തന്നെയുള്ള ഒരു സ്റ്റാളുകളാണ് ഇന്നിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നേ ദിവസം ഇവിടെ ഇന്നത്തെ എക്സിബിഷൻ സ്റ്റാൾ ഇനാഗുറേഷൻ ചെയ്തിരിക്കുന്നത് ബിഷപ്പ് ജെയിംസ് തോപ്പിൽ കോഹിമ രൂപതയിലെ പിതാവാണ്. ഇന്നിപ്പോൾ ഇത് 7ാമത്തെ ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് ദ മിഷൻ GGM 7th ഇവിടെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നടക്കുകയാണ്. 2026 ഏപ്രിൽ 13 മുതൽ 19 വരെ. ഇന്ന് അതിൻ്റെ ഉദ്ഘാടന കുർബാനയായിരുന്നു. ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ എക്സിബിഷൻ ഹാളിലാണ്. കാർലോ അക്വിറ്റസ് ദിവികാരന് ഭക്തിയെപ്പറ്റി പ്രചരിപ്പിച്ച കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനായിട്ട്, അറിയാനായിട്ട്, ആ വിശുദ്ധ കുർബാനയിൽ ഈശോയെ കൂടുതൽ അടുത്ത് അനുഭവിക്കാനായിട്ട് എല്ലാവർക്കും പ്രചോദനം നൽകുന്നതാണ് ഈ എക്സിബിഷൻ. ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന പരിപാടികളിലൂടെ മിഷനെ സ്നേഹിക്കാനും അറിയാനും മിഷണറിമാരാകാനുമുള്ള ആവേശം എല്ലാവർക്കും നൽകാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഈ GGM 7 ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്നത്. എല്ലാവരും അതിൽ വന്ന് ആസ്വദിക്കാനും അനുഭവിക്കാനും അങ്ങനെ മിഷണറിമാരാകാനുമുള്ള ആവേശം ലഭിക്കാനും ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ജെറുസലേം വചനകൂടാരത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഫിയാത്ത് മിഷൻ്റെ 7ാമത്തെ വലിയ ഗാദറിങ്ങിൻ്റെ ആദ്യ ദിവസമാണ്, പുണ്യദിനമാണ്. മിഷനെക്കുറിച്ച് അറിയുവാൻ, മിഷനെ സ്നേഹിക്കുവാൻ, മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മിഷണറിമാരായി തീരുവാൻ ഈശോ എന്നെയും നിന്നെയും നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഇവിടെ മനോഹരമായി സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ എക്സിബിഷൻ മനുഷ്യഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നതാണ്. വന്ന് പോകുന്നവരാകാതെ വസിക്കുന്നവരായി തീരുവാൻ ദിവ്യകാരുണ്യനാഥൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ഇന്നു മുതൽ അടുത്ത തിങ്കളാഴ്ച വരെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളിലും കടന്നു വന്ന് ദൈവപ്രവൃത്തി നടക്കുന്ന ഈ മണ്ണിൽ കടന്നു വന്ന് ദൈവപ്രവൃത്തികൾ അനുഭവിപ്പാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും കാത്തിരിക്കുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഫിയാത്ത് മിഷൻ്റെ ഈ മഹാ ഉദ്യമത്തിൽ വേദിയൊരുക്കാൻ ജെറൂസലമിനെ കഴിഞ്ഞോർത്ത് നന്ദി പറയുന്നു. ഇതിൻ്റെ പേട്രനായിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായിരിക്കുന്ന ബോസ്കോ പിതാവിനെ ഞാൻ അനുസ്മരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ജെറൂസലം വചനകൂടാരത്തിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം വരുളുന്നു. നമ്മുടെ ജീവിതം കണ്ട് അനേകർ മിഷനറിമാരായി തീരുവാനും മിഷൻ പ്രവർത്തനങ്ങൾ വ്യാപൃതമായി തീരാനും ഇടവരുത്തണമേ. ഫിയാത്ത് മിഷൻ്റെ 7ാമത്തെ വലിയ ഗാദറിങ്ങിന് എല്ലാവിധ ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.